ഇപ്പൊ EMS ആശുപത്രി, സഹകരണ ആശുപത്രി കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങി. എടോ, അതിൽ ഷെയർ എടുത്ത ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? വന്ന് പറയും. ഓലെടുത്ത ഷെയർ, ആ ഷെയറിന്റെ ഇരട്ടി വില കൊടുത്ത് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറ. EMS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റി ഞങ്ങളിൽ നിന്ന് പണം വാങ്ങി ഞങ്ങളെ വഞ്ചിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം. 1 ലക്ഷം രൂപയാണ് നമ്മൾ ഷെയർ എടുത്തിട്ടുള്ളത് എങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ഒരു വർഷം ഒന്നുകിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നില്ലേ? എന്റെ ഭാര്യ ഇപ്പൊ പറയാണ്, എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ഷെയർ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ എന്താ ചെയ്യുക? കാരണം അവളിപ്പോ റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവാ. റിട്ടയർ ആകുമ്പോ കുറച്ച് പൈസ ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ പറഞ്ഞു, EMS ആശുപത്രി ഇപ്പോ ഷെയർ വിൽപ്പന നിർത്തിയിരിക്കുകയാണ്. ലീഗേര് ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറത്ത് എത്ര കൊല്ലായി? ഒരു മനുഷ്യന് 10 രൂപ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന്? അതിലെ ഒരു ഷെയർ ഹോൾഡർക്ക് 10 രൂപ കൊടുത്തിട്ടുണ്ടോ? നമ്മളുടെ നാട്ടിൻപുറത്ത് ലീഗിന്റെ സൊസൈറ്റികള്, ലീഗിന്റെ കൂട്ടായ്മകള് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംരംഭം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? എങ്ങനെ വിജയിക്കുക? ആട്ടണോനെ പിടിച്ചല്ലേ നെജാനാക്കിന്? പാണക്കാട്ട തങ്ങന്മാരെ പിടിച്ചിട്ട് കമ്പനിയുടെ ചെയർമാൻമാരാക്കിയാല് ആ കമ്പനി എങ്ങനെ വിജയിക്കാനാണ്? തങ്ങന്മാർക്ക് അറിയുന്നൊരു കാര്യമില്ലേ? അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പാണ്ഡിത്യം, ആ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ അവരേതെങ്കിലും പാലും കമ്പനി എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് അതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്.